ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം വെളിപ്പെടുത്തുന്നു. ഈ സത്യം നമ്മുടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ നോമ്പുകാലത്ത് ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ പുതുജീവനായി മാറണം. ഇരുളിൽ പ്രകാശിക്കുന്ന വെളിച്ചമായ ക്രിസ്തു നമ്മുടെ ആത്മീയ അന്ധകാരത്തെ നീക്കി ഉയർപ്പിന്റെ മഹത്വത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ലോകം അവിടുത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും അവിടുത്തെ സ്വീകരിക്കുന്നവർക്ക് ദൈവം മക്കളാകാനുള്ള അധികാരം അവിടുന്ന് തന്നെ നൽകുന്നു. ഈ വലിയ നോമ്പ് വെറും ഉപവാസമല്ല, മറിച്ച് വചനമായ ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ആഴത്തിൽ സ്വീകരിക്കാനുള്ള ഒരുക്കമാണ്. കുരിശുമരണത്തിന് ശേഷമുള്ള ഉയർപ്പ് പോലെ നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾക്കപ്പുറം കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ പ്രത്യാശ നമ്മെ കാത്തിരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഓരോരുത്തരും അനുഭവിക്കുന്ന രോഗപീഠകൾ, വേർപാടുകൾ, ഒറ്റപ്പെടൽ അനുഭവങ്ങൾ എന്നിവ വെറും പീഡകളല്ല, മറിച്ച് ദൈവസ്നേഹത്തിൻ്റെ ഉലകളാണ്, ആലയാണ്. തീയിൽ സ്വർണം ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ ഓരോ വേദനയും ഓരോ കഷ്ടതയും നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കാനുള്ള ക്രിസ്തുവിൻ്റെ വഴികളായി മാറുന്നു. നാം തകർക്കപ്പെടുമ്പോൾ ദൈവം നമ്മെ ഉപേക്ഷിക്കുകയല്ല, മറിച്ച് തൻ്റെ നിരുപാധികമായ സ്നേഹത്താൽ നമ്മെ പുനർനിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഈ നോമ്പുകാലത്തെ കുരിശുകൾ നമ്മുടെ വിശുദ്ധീകരണത്തിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് തിരിച്ചറിയാം. കർത്താവിൻ്റെ മഹത്വപൂർണമായ രണ്ടാം വരവിൽ വിശുദ്ധിയോടെ അവിടുത്തെ എതിരേൽക്കാൻ ഈ വേദനകൾ, കഷ്ടതകൾ നമ്മെ പ്രാപ്തരാക്കുന്നു. ഇരുളിന് മേൽ വെളിച്ചവും മരണത്തിൻ്റെ മേൽ ജീവനും വിജയം ഭരിച്ച ഈസ്റ്ററിൻ്റെ സന്തോഷത്തിനായി നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം. ആമേൻ.